ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില സത്യങ്ങൾ പറയാൻ പോവുകയാണ്. കേൾക്കാൻ അത്ര രസം ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു സത്യം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് ജീവിതത്തിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഏതെങ്കിലും നിലയിലെത്താൻ പറ്റിയെന്ന് വരും കേട്ടോ. അപ്പോൾ സത്യം എന്താ, അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. അതായത് സത്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പല ആളുകളും നമ്മളോട് ഇപ്പോൾ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം CGL MTSൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുന്ന സമയമാണ്. അതിൽ MTS എക്സാം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബറിലാണ്, പക്ഷേ CGL എക്സാം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബറിലാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ ഇനി 2 മാസമല്ലേ പരീക്ഷയുള്ളൂ, 2 മാസം കൊണ്ട് CGL ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് മടുത്തതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, പച്ചക്ക് പറയുകയാണെങ്കിൽ 99.99% ആളുകൾക്കും പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ചൊല്ല് അല്ലേ, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായ ഒരു സാധനമല്ല. അതുപോലെ തന്നെയാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു 2 months വണ്ടർ അല്ലെങ്കിൽ 1 minute വണ്ടർ 1 month വണ്ടർ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ഓടി വന്ന് ഒരു മാസം കൊണ്ട് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷയല്ല SSC CGL എന്ന് പറഞ്ഞാൽ. CGL എന്ന് മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്, അതിൻ്റെതായ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഒരു 2 മാസം കൊണ്ട് SSC CGL ക്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നു 99.99 ആ 0.01% അപ്പുറത്തുണ്ട്. ചിലപ്പോൾ കിട്ടുന്ന ആളുകൾ ഉണ്ടാവാം, വളരെ റെയറായിട്ട് കിട്ടുന്ന ആളുകൾ ഉണ്ടാവും, പക്ഷേ ഒരു 99.99% ആൾ കിട്ടില്ല. അതായത് നോക്കുകയാണെങ്കിൽ 10,000-ൽ ഒരാൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതവിടെ മാറ്റി വെക്കാം. 100% എന്ന് പറയാൻ ഞാൻ ആളല്ല, ചിലപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരാളുണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 75 ദിവസം കൊണ്ട് എങ്ങനെ ഞാൻ CGL പാസ്സായി എന്നല്ലേ. അത് ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. 75 ദിവസങ്ങൾ അതിലൊരു എനിക്കൊന്ന് 2 മാസം ശരിക്കും നന്നായിട്ട് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതായത് എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹാർഡ് വർക്ക്, പിന്നെ എനിക്ക് അന്ന് പരീക്ഷ വളരെ ഈസി ആയിരുന്നു. പിന്നെ ഞാൻ എഴുതിയ ആ വർഷം നോർമലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോൾ ഈസി ഷിഫ്റ്റ് കിട്ടുന്ന ആൾ കൂടുതൽ മാർക്ക് കിട്ടും, ടഫ് ഷിഫ്റ്റ് ആകുമ്പോൾ മാർക്ക് കുറവായിരിക്കും. അത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ നോർമലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്, അതാണ് നമ്മുടെ ഫൈനൽ മാർക്ക്. പിന്നെ ഓൾറെഡി ഞാൻ PSCക്ക് ചെറുതായിട്ട് ഞാൻ സെൽഫ് ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നെ പണ്ട് മുതലേ മാത്സ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്, അതായത് ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് ചേരുന്നത് കൊണ്ടാണ് എനിക്ക് ആ 2 മാസം കൊണ്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ എൻ്റെ ഹാർഡ് വർക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഹാർഡ് വർക്ക് ഇടാൻ റെഡി ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പല കുട്ടികളും ഇപ്പോൾ നമ്മുടെ ഈ ഒരു SSC എക്സാം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല, വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയം ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അറിയുക. കാരണം ബാക്കിയുള്ള സമയങ്ങളിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഒരു കോച്ചിങ് സെൻ്റർ ആയാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ആരും, കാരണം SSCക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന വളരെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേരളത്തിലുള്ളൂ. അവർ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിൽ. പക്ഷേ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വാർത്തകളിലൂടെയും മറ്റും തൊഴിൽ വാർത്ത അല്ലെങ്കിൽ മറ്റേ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഒരുപാട് പേര് ഇതറിയും. അപ്പോഴാണ് കുട്ടികൾക്ക് ഇതിന് ബോധം വെക്കുക. അപ്പോൾ നിങ്ങൾ പറയും 10,000 വേക്കൻസി ഉണ്ട്, 15,000 വേക്കൻസി ഉണ്ട്, ഒന്ന് പഠിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കോഴ്സൊക്കെ എടുത്തിട്ട് പഠിച്ചിറങ്ങും. 2 മാസം കൊണ്ട് നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിക്കും. 2 മാസം കൊണ്ട് നിങ്ങൾ പഠിക്കും, നിങ്ങൾ ക്ലിയർ ആവില്ല, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾ ഔട്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും SSC എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ളൊരു സംഭവമാണ്, എന്നെ കൊണ്ട് പറ്റില്ല. ആ ഒരു രീതി നമ്മൾ മാറ്റണം. നിങ്ങൾ ഹാർഡ് വർക്ക് ഇടാൻ റെഡി ആണെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങളൊരു 6 month 8 month അല്ലെങ്കിൽ 1 year നിങ്ങൾ ഹാർഡ് വർക്ക് ഇടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും കിട്ടുന്നത്. നിങ്ങൾ എല്ലാവർക്കും എന്തായാലും കിട്ടില്ല, സ്വാഭാവികം, കാരണം എല്ലാവരും ക്ലിയർ ആവുന്നൊരു പരീക്ഷയല്ല. പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ഇടാൻ റെഡി ആണെങ്കിൽ, നിങ്ങളൊരു അത്യാവശ്യം വിൽ പവർക്കുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് SSC CGL എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു 1 year എങ്കിലും മിനിമം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യം ഈ ഒരു CGLന് വേണ്ടി പഠിക്കുന്ന ഒരാളാണെങ്കിൽ, ഈ ഒരു CGL നിങ്ങളിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഈ ഒരു CGL നോക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു CGL മാത്രം ആവരുത്, ഈ ഒരു CGLും അടുത്ത 2025 CGL നിങ്ങൾ എയിം ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. കാരണം 2025 CGLാണെങ്കിൽ പോലും ഇപ്പോൾ വേണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലാതെ അടുത്ത പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്ന് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ 2025 CGLാണെങ്കിലും ഈ ഒരു സമയത്ത് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ ഒരു വർഷത്തെ എയിം ചെയ്ത് പഠിക്കുക. ഇനി കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, ചിലപ്പോൾ 2 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ Tier 1 പാസ്സായി കഴിഞ്ഞാൽ തന്നെ, കാരണം ഇപ്രാവശ്യം വേക്കൻസി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. ഒരു 130 140 ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കോമ്പറ്റീഷൻ വെച്ച് നോക്കിയാൽ 130 140 ഒതുങ്ങാനാണ് സാധ്യത. അപ്പോൾ 130+ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു 3 മാസം സമയം കിട്ടും Tier 2. അപ്പോൾ നിങ്ങൾ പഠിച്ച് നോക്കുക, പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ആരെങ്കിലുമൊക്കെ പഠിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരും നിർത്തിപ്പൊക്കണം. കാരണം ഈ 2024 പരീക്ഷ നിങ്ങൾക്ക് പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചാൻസ് വളരെ കുറവാണ് കിട്ടാൻ. അതുകൊണ്ടാണ് സമയം കുറവായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു CGL നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങളുടെ ഫോൾട്ട്, കാര്യങ്ങൾ എവിടേക്കാണ് ഞാൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് എനിക്ക് വീക്ക്, ഏതൊക്കെ ടോപ്പിക്കാണ് സ്ട്രോങ്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾ എഴുതാൻ പോകുന്ന റിയൽ പരീക്ഷയാണ്, മോക്ക് ടെസ്റ്റ് അല്ല, റിയൽ പരീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനനുസരിച്ച് അടുത്ത വർഷത്തേക്കുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് നന്നായിട്ടൊരു 1 year നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ CGL എന്തായാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിലൊരു സംശയം വേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
നിങ്ങൾക്ക് വേണം. അല്ലാതെ ജസ്റ്റ് വെറുതെ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. പിന്നെ അത്യാവശ്യം പഠിക്കാനുള്ള മനസ്സും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. പിന്നെ കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ UPSC പോലത്തെ പരീക്ഷയൊക്കെ ചില ആളുകൾ പഠിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ചില ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ചില ആൾക്ക് പേഴ്സണലായിട്ടില്ല, ഞാൻ കേട്ട പല ആളുകളൊക്കെ 4-5 പ്രാവശ്യം മെയിൻസും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരാളെ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കേരളത്തിൽ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളെ കാണാൻ പറ്റില്ല. അവരൊക്കെ മാക്സിമം 2 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 1 വർഷം കിട്ടാതിരിക്കുമ്പോഴത്തേനും അവരെന്ത് ചെയ്യും, നിർത്തിപ്പോവും. അപ്പോൾ ആ ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടാവരുത്. കാരണം നമുക്കിവിടെ വേക്കൻസി ഇല്ലാത്തതിൻ്റെയോ ജോലി കിട്ടാത്തതിൻ്റെ ഒന്നും പ്രശ്നം. നമ്മളെല്ലാവരും ഒരു PSC എന്നിട്ട് അതിൻ്റെ പിന്നാലെയാണ്. PSC പോലെയല്ല, അതുപോലെ തന്നെ നല്ല ഒരു പരീക്ഷയാണ് SSC CGL എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അറിയാത്ത അവയർനെസ് ഇല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ ആ കുട്ടികളോട് ഇപ്രാവശ്യം ഇതിനെപ്പറ്റി അറിഞ്ഞു വന്ന കുട്ടികളോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു CGL എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത്, അടുത്ത CGL-ലും കൂടെ എയിം ചെയ്തിട്ട് പഠിക്കുക. ഇനി അടുത്ത CGL നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, അടുത്ത CGL നിങ്ങൾ ഒരു അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി അടുത്തെത്തിയിട്ടാണ് നിങ്ങൾ പുറത്താന്ന് വിചാരിക്കുക, 1 വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരു കട്ട് ഓഫിൻ്റെ ഒരു 10-15 മാർക്കൊക്കെ അടുത്തേക്ക് എത്തിയിട്ടാണ് നിങ്ങൾ ഔട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയം വേണ്ട, 1 വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അത്രയും നിങ്ങൾക്കത് വെർത്താണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ വിദേശത്ത് പോകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി പോകും, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരും. ആ സമയം നിങ്ങൾക്ക് 1 വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ 60 വയസ്സ് വരെ നിങ്ങൾക്ക് നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലി വിത്ത് ഹൈ സാലറി ആൻഡ് ഗുഡ് റെപ്യൂട്ടേഷനാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 months വണ്ടർ നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല ഒരിക്കലും 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ 10,000-ൽ ഒരാളൊക്കെ ചിലപ്പോൾ ക്രാക്ക് ചെയ്യായിരിക്കും. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും പാസ്സാവാൻ സാധ്യത കുറവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു കയ്പ് നിറഞ്ഞ സത്യമാണെങ്കിൽ പോലും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ല നിലക്ക് അടുത്ത വർഷത്തെ എക്സാം കൂടെ എയിം ചെയ്തിട്ട് മുന്നിൽ കണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതിൻ്റെ നേട്ടം ഉണ്ടാവും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിന് നിങ്ങളെ സഹായിക്കാൻ നമ്മളും കൂടെ ഉണ്ടാവും. കാരണം നമ്മുടെ കംപ്ലീറ്റ് റെക്കോർഡർ ക്ലാസിൻ്റെ കോഴ്സൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് 1999 രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഉപകാരപ്പെടാം. നിങ്ങൾ ഡെമോ ക്ലാസ് ഒക്കെ ഉണ്ട്, ആപ്പിൽ കയറി ഡെമോ ക്ലാസ് ഒക്കെ കണ്ടിട്ട് നല്ല ക്ലാസ്സാണ് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ മതി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ അടുത്ത വർഷത്തെ 2025 CGL എയിം ചെയ്തിട്ട് നമ്മളിവിടെ SC മലയാളി ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ഇതിൽ വീണ് പോകരുത്. 2 മാസം കൊണ്ട് CGL ക്രാക്ക് ചെയ്യാന്നുള്ള ആ ഒരു ഇതിൽ വീണ് പോകരുത് കേട്ടോ. കാരണം ഇത് പറ്റുന്ന അത്ര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ അത് അങ്ങനെ പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു വഴിക്ക് തിരിഞ്ഞു പോകും. കാരണം CGL എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമെല്ലാം വിചാരിച്ച് നിങ്ങൾ തിരിഞ്ഞു പോകും. അങ്ങനെ പോകരുത്. നിങ്ങൾ ഈ CGL പഠിച്ചാൽ CGL, CHSL, MTS, GD, SSC, CPO ഈ പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു CGL-ൻ്റെ കോച്ചിങ് മാത്രം എടുത്താൽ മതി. കൂടാതെ ഇനി അങ്ങോട്ട് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും RRBൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കും. ഇപ്പോൾ ഇതുവരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 3-4 വർഷം കൂടുമ്പോൾ RRBൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. ഇനി അങ്ങോട്ട് എല്ലാ വർഷവും RRB റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ CGL-ൻ്റെ ഒരു കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് RRBക്ക് സെപ്പറേറ്റ് ഒരു കോച്ചിങ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ കൂടെയൊക്കെ പഠിച്ച ഒരുപാട് പേര് SSCക്ക് കോച്ചിങ് എടുത്ത് ഒരുപാട് പേര് കഴിഞ്ഞ NTPCയും അതുപോലെ തന്നെ ALPയും കാര്യങ്ങൾ RPF ഒക്കെ ക്ലിയർ ചെയ്ത് പോയ ആളുകളുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സബ് ടോപ്പിക്കായിട്ട് വരുന്ന സബ്സെറ്റ് എന്ന് പറയില്ല നമ്മൾ, സബ്സെറ്റായിട്ട് വരുന്നൊരു സാധനമാണത് RRB. എല്ലാ മാത്സ് PSC ബാങ്ക് അതെല്ലാം ഞാൻ പറയില്ല, പക്ഷേ RRB എന്ന് പറഞ്ഞാൽ SSCൻ്റെ ഒരു സബ്സെറ്റായിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ SSC CGL-ൻ്റെ കോച്ചിങ് എടുത്താൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ SSCയുടെ എല്ലാ പരീക്ഷയും, അതായത് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ വെച്ച് ബാക്കി SSCയുടെ എല്ലാ പരീക്ഷയും പിന്നെ RRB, NTPC, RPF പോലുള്ള എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഈ 2 മാസത്തെ വണ്ടർ പ്രതീക്ഷിച്ചിട്ട് ഇതിൽ നിൽക്കരുത്. കാരണം 17,000 വേക്കൻസി ഉണ്ട് ഇപ്രാവശ്യം. അതുപോലെ എല്ലാ വർഷവും അതും ഞാൻ അത് കാര്യം പറഞ്ഞുതരാം. 17,000 വേക്കൻസി എല്ലാ വർഷവും പ്രതീക്ഷിക്കുകയും ചെയ്യും. ഒരു 10,000 വേക്കൻസി എല്ലാ വർഷവും ആവറേജ് ഉണ്ടാവില്ലുണ്ട്. പക്ഷേ നമ്മൾ നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ഇടാൻ റെഡിയാണെങ്കിൽ ഇതിൽ ഒരു വേക്കൻസി ആർക്കുള്ളതാണ്, നമുക്ക് ഓരോരുത്തർക്കുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരുപാട് എക്സ്പീരിയൻസ്, ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയായി ഈ ഫീൽഡിൽ 2 വർഷം 1 വർഷം 3 വർഷമൊക്കെ നിന്ന ആളുകൾ ഒരിക്കലും അവസാനം നിരാശരായി പോകേണ്ടി വന്നിട്ടില്ല. കാരണം അവർക്കൊക്കെ എവിടെയെങ്കിലും ഇനിയിപ്പോൾ SSC അല്ലെങ്കിലും ഈ പ്രിപ്പറേഷൻ കൊണ്ട് വേറെ എവിടെയെങ്കിലും ആയിട്ടൊരു ജോലിയിൽ അവർ കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാവുക. അതിന് നിങ്ങളെ സഹായിക്കാൻ എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടും നമ്മൾ SSC മലയാളിയും ടീമോടെ കൂടെയുണ്ട്. ഓക്കെ. എപ്പോഴും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കാര്യങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു.